നല്ല അടിപൊളി മജ്ബൂസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് നല്ല നിങ്ങൾക്ക് പുരുഷന്മാർക്കും ഇതേപോലെ അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ അടിപൊളി മജ്ബൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് തപ്പി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് വാച്ച് വീഡിയോ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കമൻറ്റ് ലൈക്ക് എന്നിവയിൽ ഒതുക്കി നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇതെന്താ പരിപാടി ഇന്ന്? ഇതെന്താ ഒരു പ്രത്യേകത? ഞായറാഴ്ച അതിനെ കൊണ്ട് മജ്ബൂസാണോ? അതായത് ചോറിന്റെ പണിയൊന്നും തുടങ്ങാഞ്ഞ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ മജ്ബൂസ് ഈസി ആയിട്ട് എങ്ങനെ വെക്കാം, ഓരോരോ വീട്ടുകാർക്കും വെക്കാം എന്നുള്ളത്. സാധാരണ പലരും പൊരിച്ചിട്ടൊക്കെ വെക്കാറില്ല കാണുന്നത്. ഇന്നൊരു വെറൈറ്റി ഒരു മജ്ബൂസാണ്. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി എന്നുള്ള രീതിയിലാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അതിന് ചിക്കൻ ഇവിടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് തോന്നും. ഇവിടെ ക്യാരറ്റ് വെട്ടി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഉള്ളി ഇവിടെ കട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്, തക്കാളി ഇവിടെ കട്ട് വെച്ചിട്ടുണ്ട്. ലൂമി, ബ്ലാക്ക് ലൂമി, അതുപോലെ കറിവേപ്പില, അതുപോലെ തന്നെ മജ്ബൂസിൻ്റെ മസാല ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി, മുളക്, മഞ്ഞളെല്ലാം അല്ല മല്ലി വേണമെന്നൊന്നും അറിയില്ല. ഞാൻ അറിയില്ല, ഞാൻ അനക്ക മജ്ബൂസ് വെക്കുന്നവരോട്. പിന്നെ മഞ്ഞളും എന്തെല്ലാം വേണ്ടി പറ? മഞ്ഞൾ, മുളക്, കുരുമുളകിൻ്റെ പൊടി, പെപ്പർ പൗഡർ, ഇത്തിരി മല്ലിപ്പൊടി വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ലെറ്റ്സ് വാച്ച് വീഡിയോ. മജ്ബൂസ് വെക്കാന്ന് പറഞ്ഞാൽ വായന ഇലേൻ്റെ ലീഫ്, അതായത് കറുവപ്പട്ടൻ്റെ ഇല അവിടെ ഉണ്ട്. പക്ഷെ ഉണങ്ങിയില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഫ്രഷ് പിന്നെ സർവ്വസുഗന്ധിൻ്റെ ഇല ഒന്ന് പറിക്കുക കേട്ടോ. ഇമന്ന് ഒരില പറിച്ചിട്ട് അതിലേക്ക് ഇടണം. അപ്പോൾ സർവ്വസുഗന്ധിൻ്റെ ഇല 2 പറിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാവും കേട്ടോ. നമുക്കൊരു വയനയില ഇല്ലാത്തതിനെ കൊണ്ട് സർവ്വസുഗന്ധി ഇത് എല്ലാ ഇത് ഉൾപ്പെടുത്തിയതാണ്. ഇതിൽ ഒരു ചെറിയ വട്ട അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊണ്ടാട്ടി കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. വെച്ച് നമ്മളിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂണ് എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലുണ്ട് കേട്ടോ എണ്ണ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതായിട്ട് ഇതാ കാണുന്നുണ്ടോ? ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ 1 കിലോ റൈസിൻ്റെ അടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ കൊണ്ട് 1 കിലോ ചിക്കനും അതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു വട്ട വെച്ച് കുറച്ച് എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ മസാല വരച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മസാല ഇട്ടിട്ടാണ് സാധാരണ നമ്മൾ പൊരിച്ച് സെപ്പറേറ്റ് വെച്ചിട്ട് പൊരിച്ച പീസ് എടുത്ത് മുകളിലിടുക ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ പിന്നെ മസാല ഇട്ട് ബാക്കി വെള്ളം ഒഴിച്ച് അതിൽ തന്നെ റൈസ് ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും. എന്നാലും നിങ്ങൾ 1-1.5 വെച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം കുറയ്ക്കാം. വേവുള്ള അരിയാണെങ്കിൽ നിങ്ങൾ 1.5 തന്നെ വെള്ളം എടുത്തോട്ടോ. അപ്പോൾ അരി നിങ്ങൾക്ക് കഴിയതിന് ശേഷം പുതിർത്തുകയും ചെയ്യുക. വേണമെങ്കിൽ നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതുപോലെ പുതിർത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പുതിർത്താതെയും നിങ്ങൾക്ക് അരിച്ചിട്ട് അതിന് ശേഷം അങ്ങനെ തന്നെ രീതിയിലും വെക്കാവുന്നു. ഞാൻ ഇവിടെ അരി കഴുകി അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാണ്. ജസ്റ്റ് ഒരു വേവുള്ള അരിയാനെ കൊണ്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ച് തന്നാളും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേവില്ലാത്ത അരിയാണെങ്കിൽ അന്നേരം തന്നെ കഴുകി ഇട്ട് കൊടുത്താൽ മതി. 1-1.5 വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിക്കന് ഏകദേശം ഒരു 3/4 വേവായി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു 1/2 വേവായി കഴിഞ്ഞാൽ, കാരണം ഇതിൽ റൈസും ചിക്കനും കൂടി ഒന്നും കൂടി വേണ്ടിയതിനെ കൊണ്ട് ഒരു 3/4 വേവ് അല്ലെങ്കിൽ ഒരു 1/2 വേവായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇതിലിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി, നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. 1.5 ഉള്ളി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അതിനുശേഷം തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് അതിലുള്ള ഉള്ളിയും പിന്നെ പച്ചമുളകും തക്കാളിയെല്ലാം ഒന്ന് വെന്ത് ഇതായതിനു ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ മുളക് പൊടി. ഓവർ എരിവ് വേണ്ട, കുട്ടികളൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, 1/2 ടീസ്പൂൺ. പിന്നെ അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസായ ഒരു 1.5 ടീസ്പൂൺ എന്തെന്ന് മജ്ബൂസ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ഒരു മജ്ബൂസിന്
മജ്ബൂസ് മസാലയിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാം. മജ്ബൂസ് മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചൂടുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എണ്ണയും കാര്യങ്ങളൊക്കെ ഇതിന് വറ്റിക്കുറുകി പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി അളന്നത് അതിന് 1.5 വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്ത കപ്പിന് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ആവശ്യത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്തൊക്കെ പിന്നെ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ആഡ് ചെയ്തത്. ബാക്കി വെള്ളം തിളക്കുമ്പോൾ ഉപ്പ് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് വിടും. അതിലേക്ക് നമുക്ക് ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ഒരു 3 ഏലക്കായും ഒരു 4 ഗ്രാമ്പും ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ട ആ ഇൻഗ്രീഡിയൻസിൽ കണ്ട ക്യാരറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ഉൾപ്പെടുത്തണം. പിന്നെ മജ്ബൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നാരങ്ങ, അതായത് ബ്ലാക്ക് ലൂമി നമ്മളിതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു 1.5 നാരങ്ങ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മജ്ബൂസിന് നിർബന്ധമായിട്ട് വേണ്ടത് നാരങ്ങയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10-15 മണി കുരുമുളക് ഇതിലേക്ക് ഉൾപ്പെടുത്തി കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം തൽക്കാലത്തേക്ക് ബേ ലീവ്സ് ഇല്ലാത്തതിനെ കൊണ്ട് ഒരു പകുതി വായനയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വെറും അതിൻ്റെ ഒരു രുചി മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കഷ്ണം വായനയില മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി. ഇനി ഇത് നല്ലതിൽ കടച്ച് വെച്ച് പിന്നെ വേവിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടുന്നുള്ളൂ കേട്ടോ. ഇതിൽ വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കി കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റിൻ്റെ സമയം നിങ്ങൾക്ക് വേവാനുണ്ടാവും അരി. അതിനുശേഷം പിന്നെ ഒന്ന് മൂടി വെച്ച് തുറന്ന് നമുക്ക് ഇതുപോലെ ചോറ് കിട്ടുന്ന രീതി നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊന്ന് വേട്ടെ. നല്ല അടിപൊളി മജ്ബൂസും ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ പീസൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന മജ്ബൂസാണ്. അപ്പോൾ അടിപൊളി മജ്ബൂസ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മജ്ബൂസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ മജ്ബൂസിൻ്റെ ആ ഫ്ലേവർ നമുക്ക് സാധാരണ ബിരിയാണിയല്ല, കുട്ടികൾക്കൊക്കെ ചില സമയത്ത് ഇഷ്ടപ്പെടുന്ന മജ്ബൂസ് ആയിരിക്കും. അപ്പം നമ്മൾ ഏകദേശം 1 കിലോനടുത്ത് ചിക്കൻ കൊണ്ടാണ് മജ്ബൂസ് ഉണ്ടാക്കിയത്. അതിലൊരു ആവി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.